ഞാൻ വിചാരിച്ച പോലെ മഴയൊന്നും പെയ്തില്ല. ഞാനിപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, ദിസ് ഈസ് സൂരജ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഒരു ട്രാവൽ വീഡിയോ അങ്ങനത്തെ വീഡിയോ ഒന്നുമല്ല. ഞാൻ ഈ ആവശ്യത്തിന് വേണ്ടി ഒന്ന് എറണാകുളം വരെ പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒന്ന് വന്നേക്കുന്നത്. ചേട്ടാ എയർ അടിക്കുമോ? അടിക്കില്ല, ഓക്കെ. എയർ കുറവുണ്ട് ഫ്രണ്ടിൽ. എനിക്ക് വണ്ടി എടുത്തപ്പോൾ ഒരു അപാകത തോന്നിയായിരുന്നു. കേസ് അപ്പോൾ ഒന്ന് ഫില്ല് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഫ്രണ്ടിൽ എയർ കുറവാണ്. എനിക്ക് ചെറിയൊരു അപാകത തോന്നിയായിരുന്നു വണ്ടി എടുത്തപ്പോൾ. എയർ കുറവായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത്താണി എത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സ്പെക്സ് ഒന്ന് ഫോഗ് ആയപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. എനിക്ക് തോന്നുന്നിപ്പോൾ മാസ്ക് വന്നതോടുകൂടി സ്പെക്സ് ഉള്ള ആൾക്കാർക്ക് പറ്റിയൊരു പ്രശ്നമായിരിക്കും ഫോഗിങ്. പ്രത്യേകിച്ച് അത്യാവശ്യം വേർക്കുന്ന ആൾക്കാരും കൂടി ആണെങ്കിൽ തീരുമാനമായി. നല്ല രീതിയിൽ ഫോഗ് വരുന്നുണ്ട്. നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നല്ല ഫോഗ് വരുന്നുണ്ട്. മറ്റേ വണ്ടി അത്യാവശ്യം മൂവിങ് ആണെങ്കിൽ കുഴപ്പമില്ല, തന്നെ ഫോഗ് പൊക്കോളും. ഇപ്പോൾ കുറച്ചധികം നാൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇറ്റ് ഫീൽസ് ഗുഡ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട്. ബട്ട് നമ്മൾ മാക്സിമം അകത്തിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഞാൻ പറയുകയാണെങ്കിൽ. കാരണം നമുക്കറിയില്ല, ഇപ്പോൾ ഹോട്ട്സ്പോട്ടും കൂടുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. ഈ മിറർ ചെറുതായിട്ട് ലൂസാണ്. ഇടയ്ക്കിടയ്ക്ക് സ്ട്രൈറ്റ് ആക്കി സ്പീഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുക. സാധനം ടൈറ്റ് ചെയ്യണം. കാരണം വെറുതെ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ കണ്ണട ഫോഗ് വരും. ഒരു പ്രശ്നമാണ് മാസ്ക് വയ്ക്കുമ്പോൾ. കടവത്തൊരു തോണിയിരിപ്പൂ അയ്യോ ബാക്കി എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സമയത്ത് നല്ലവണ്ണം വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആൾക്കാരാണ് ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുകൾ. അവർ മാത്രമല്ല, നമ്മുടെ പോലീസുകാരായാലും അതുപോലെ തന്നെ ട്രാഫിക് പോലീസായാലും മറ്റുള്ളവർ ഒരുപാട് ആൾക്കാരുകൾ ഈ സമയത്ത് നല്ലവണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. നമ്മൾ അസുഖം സ്പ്രെഡ് ആവാണ്ടിരിക്കുക, ഹൈജീൻ എപ്പോഴും പാലിക്കുക, മാക്സിമം പുറത്തേക്കൊക്കെ പോകാണ്ടിരിക്കുക. അത്യാവശ്യങ്ങളിൽ മാത്രം ഇറങ്ങുക ഞാൻ പറയുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ പോവുകയാണെങ്കിൽ തന്നെ സാനിറ്റൈസർ കയ്യിൽ വയ്ക്കുക, മാസ്ക് വയ്ക്കുക. ആക്ച്വലി ഇന്നത്തെ വീഡിയോ ഒട്ടും പ്ലാൻഡ് അല്ല. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ ഇനിയിപ്പോൾ ഹോട്ട്സ്പോട്ടുകൾ കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ അടുത്തുപുറത്തെ ഏരിയകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഏരിയ പ്രശ്നമായാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചാൻസ് എടുക്കാൻ നിന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് പോകുന്നവിടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് പുറത്തെ അവസ്ഥകളൊക്കെ എന്താണ്. എനിക്ക് തോന്നുമ്പോൾ ആൾക്കാരുടെ പേടി പോയി. അതായത് ആദ്യം കൊറോണ എന്ന് പറയുന്ന ഒരു ഭയം ഇപ്പോൾ പലവർക്കും ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇപ്പോൾ ഒരുവിധ ആൾക്കാരുകളൊക്കെ നോർമലിലെ സ്ഥിതിയിലേക്ക് ആയ പോലെയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് പുറത്ത് തന്നെ ഒരുപാട് ആൾക്കാരുകളെ കാണാം. അപ്പോൾ ഇവിടെ ആയാലും നമ്മുടെ നാട്ടിലായാലും അതെ ഇരിഞ്ഞാലക്കുടയിലായാലും അതെ അത്യാവശ്യം ആൾക്കാരുകളൊക്കെ പുറത്തുണ്ട്. നമുക്ക് അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം റോഡിൽ വണ്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് വണ്ടികൾ വരാൻ കാരണം പബ്ലിക് സർവീസുകൾ, അതായത് ബസ്സുകളൊക്കെ ഓടുന്നുണ്ടെങ്കിലും പലരും യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അതായത് പേടികൊണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുകൾ അവരുടെ സ്വന്തം വണ്ടികൾ എടുത്തിട്ട് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതായിരിക്കണം ഒരു പക്ഷേ ആളുടെ ട്രാഫിക് കൂടുതൽ. അപ്പോൾ ഇതൊരു സിമ്പിൾ വീഡിയോ ആയിരിക്കും. ജസ്റ്റ് ഒരു 1-on-1 ടോക്ക് പോലത്തെ ഒരു വീഡിയോ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ടോപ്പിക്കുകളൊന്നുമില്ല അപ്പോൾ സംസാരിക്കാനായിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ എടപ്പള്ളി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഡയറക്റ്റ് ഇനിയിപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ പോകണം. അതിനുശേഷം ഒരു വേറെ സ്ഥലത്ത് പോകാനുണ്ട്, വേറെ ഒന്നും സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ തിരിച്ചു വരാൻ നേരത്തെ സംസാരിക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ 2 days later. ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ പോയതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞു. അതായത് ഞാൻ വന്ന കാര്യം നടന്നു. അപ്പോൾ പിന്നെ ഇന്നലെ പോരണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, മഴ പെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല ഇന്നലെ. അപ്പോൾ ഇതേ ഇന്നിപ്പോൾ സമയം ഒരു 3:05 ആയിട്ടുണ്ട് വൈകുന്നേരം. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഞാൻ എടപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് കിടന്നു. അപ്പോൾ സംസാരിക്കാനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കോവിഡിൻ്റെ കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ കേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ തൃശ്ശൂർ ഇപ്പോൾ ലോക്ക്ഡൗണിലേക്ക് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തായെന്ന് അറിയാം, ന്യൂസ് നോക്കിയില്ല ഇറങ്ങാൻ നേരത്ത്. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് കയറണം. അതിന് മുമ്പ് ഞാൻ പറവൂർ വഴിയാട്ടോ വരുന്നത്. പറവൂർ കൊടുങ്ങല്ലൂർ അത് ഞാനിപ്പോൾ ആ റേഞ്ചാണ്. ഇനിയിപ്പോൾ ഇന്ന് അവിടെ വീട്ടിലെത്തിയിട്ട് അറിയാം എന്താണ് കോവിഡിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നറിയാം. ലോക്ക്ഡൗൺ ആവുമോ, തൃശ്ശൂർ ലോക്ക്ഡൗൺ ആവുമെന്നാണ് ഞാൻ ലാസ്റ്റ് ന്യൂസ് കണ്ടപ്പോൾ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മുന്നാന്ന് വന്നത് നന്നായി. അപ്പോൾ എനിക്ക് എൻ്റെ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്കിവിടെ ചെയ്ത് തീർക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഇന്ന് ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് നീണ്ടു പോകും എന്തായാലും. അപ്പോൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ എത്താറായിട്ടുണ്ട്. ലക്കിലി ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല. മഴ പെയ്യാനുള്ള പോലെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കണ്ടിട്ട് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു വീട്ടിലെത്തുന്നവരെ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്ലാൻ ചെയ്തൊരു വീഡിയോ ഒന്നുമല്ല. സിമ്പിളായിട്ട് പെട്ടെന്നൊരു യാത്ര ചെയ്യുന്ന ഒരു വ്ളോഗ് ചെയ്യാന്നുള്ള ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ചൊന്നും പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് എന്ത് സംസാരിക്കണം എന്നൊരു ഐഡിയ ഇല്ല. ഓക്കെ, ഒരു മൂവി റെക്കമെൻഡേഷൻ തരാം. സ്കൈ സ്പിങ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. ഫർഹാൻ അക്തറിൻ്റെയാണ്. ഫർഹാൻ അക്തർ, പ്രിയങ്ക ചോപ്ര. ഒരു നല്ലൊരു മൂവി. എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ കണ്ടു തുടങ്ങി. ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൊള്ളാൻ പടം. നല്ല രസമുണ്ട്, കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഞാൻ കണ്ടു തീർത്തിട്ടില്ല, കുറച്ചും കൂടി ബാക്കിയുണ്ട് കണ്ടു തീർക്കാനായിട്ട്. പക്ഷെ അതുവരെ നല്ല നൈസായിട്ട് നല്ല രീതിയിൽ തന്നെ കഥ പോകുന്നത്. നല്ല രസമാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തായാലും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ. 11th നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ 25 കേസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ തന്നെ ഒരു 14 പേര് കോൺടാക്റ്റിൽ നിന്നായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 12th മോർണിംഗ് ആയപ്പോൾ ഒരു ചർച്ച വന്നിരുന്നു തൃശ്ശൂർ ജില്ല വീണ്ടും ലോക്ക്ഡൗണിലേക്ക് പോകേണ്ടി വരുമെന്ന്. ബട്ട് അന്ന് വൈകുന്നേരം തന്നെ ഉണ്ടായിരുന്ന ഒരു ചർച്ചയിൽ അവർ തീരുമാനിച്ചു തൃശ്ശൂർ ജില്ല ലോക്ക്ഡൗണിലേക്ക് പോകേണ്ട, അതിന് പകരം കണ്ടെയ്ൻമെൻറ്റ് സോണിലും റെഡ് സോണിലും കൂടുതൽ റെസ്ട്രിക്ഷൻ കൂട്ടുമെന്ന്.